ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമല്ലേ? നോക്കൂ, നമ്മൾ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ബൂത്ത് പിടിക്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇലക്ഷൻ റിഗ് ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ബീഹാറിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ബൂത്തിലേക്ക് പോകുന്നു, എന്നിട്ട് ആളുകൾ വോട്ട് കുത്തിയിടുന്നു. ആ നിലയിലാണ് ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് അതിക്രമം നമ്മുടെയൊക്കെ തൊട്ടു മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ യഥാർത്ഥത്തിൽ BJP റിഗ് ചെയ്തിരിക്കുകയാണോ? ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്ട്രക്ചർ മാറ്റി തങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത രണ്ടുപേരെ രാജിവെപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരാഴ്ച മാത്രം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കുന്ന ഘട്ടത്തിൽ 2 പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയോഗിച്ചു. ഇപ്പോൾ കോഡ് ഓഫ് കോണ്ടക്റ്റ് വയലേഷൻ സംബന്ധിച്ച് വലിയ നിലയിലുള്ള പരാതി ലഭ്യമായിരിക്കുന്നു. അതിലൊന്നും തന്നെ നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല, പാർട്ടി പ്രസിഡന്റിനാണ് വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള കത്ത് നൽകുന്നത്, അതും പുതിയതാണ്. നോക്കൂ, അങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിഗ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയോ KVS ഹരിദാസ്? അല്ല നികേഷേ, നമ്മുടെ ഇതൊരു വലിയ ജനാധിപത്യ രാജ്യമാണ്. ഇത്രയും കാലത്തിനിടയ്ക്ക് ആ ജനാധിപത്യ പ്രക്രിയയെ ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മുടെയൊക്കെ രക്തത്തിൽ, ഇന്ത്യയിലെ ജനതയുടെ രക്തത്തിൽ ജനാധിപത്യ ബോധമുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ റിഗ് ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവർക്കും, എൻ്റെ നികേഷിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും മനസ്സിലും ഹൃദയത്തിലും ഒക്കെ ഒരേ രക്തം തന്നെയാണ്. അതിലൊരു ജനാധിപത്യ ബോധമുണ്ട്, ജനാധിപത്യത്തിന്റെ വേരുണ്ട്. അതിനെ അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടത്തിനെ ജനങ്ങൾ പിഴുതെറിഞ്ഞത്. അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. വലിയ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുന്നിലൊന്നും നിൽക്കാത്ത ഒരു വലിയ ജനതയാണ്, ഇതിനപ്പുറത്തുള്ള ജനതയാണ് അന്ന് ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തത്, ഇന്ദിരാഗാന്ധിയെ തകർത്തത്. റായ്ബറേലിയിൽ പോലും അറിയാലോ, രാജനാരായണൻ നേടിയ വലിയ വിജയത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഓരോരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. പ്രതിപക്ഷ കക്ഷികൾക്കും എല്ലാവർക്കും നല്ലത് തന്നെയാണ്. ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു ആരോപണം വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. അതുമ്പോൾ തീരുമാനം എടുക്കട്ടെ. ആരുടെ വേണമെങ്കിലും, ഞാൻ പറയുന്നത് ആർക്കെതിരെ വേണമെങ്കിലും തീരുമാനം എടുക്കട്ടെ. ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ നികേഷേ. മല്ലികാർജുൻ ഖാർഗെക്കെതിരായിട്ട് പരാതി വന്നിട്ടില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലുണ്ട്. ഈ കഴിഞ്ഞ 4 ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് പോളിംഗിനിടയ്ക്ക് ആയിരക്കണക്കിന് പരാതികൾ പല വിധത്തിലുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലുണ്ട്. അതൊക്കെ അവർ പരിശോധിക്കട്ടെ, അവർ തീരുമാനമെടുക്കട്ടെ. ഇതിപ്പോ നിങ്ങൾ ഒരു ദിവസത്തെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഇന്നിപ്പോ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാ നിങ്ങൾ നീങ്ങിക്കോളൂ. നിങ്ങൾക്ക് അതിനുള്ള മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിപക്ഷ കക്ഷികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യം മറന്നുകൂടാന്ന്, എനിക്കത് സൂചിപ്പിക്കാതെ ഈ ചർച്ചയുടെ ആദ്യഘട്ടം അവസാനിപ്പിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നിയമം മാറ്റി മറിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കമ്മീഷണർമാരെ വച്ചു എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. ഞാൻ എൻ്റെ ചരിത്രം 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി മുതൽ ഈ വിഷയം നടന്ന ചർച്ചകൾ പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞത് എന്താ? ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സർക്കാരിനാണ്. അതിനു വേണ്ടുന്ന മാൻഡേറ്റ് ഗവൺമെന്റിനുണ്ട്. പാർലമെന്റ് നിയമം പാസ്സാക്കണം. അങ്ങനെ ഒരു നിയമത്തിന്റെ അഭാവമുണ്ട്. എങ്ങനെയാണ് നിയമിക്കപ്പെടേണ്ടത്? അങ്ങനെ ഒരു നിയമത്തിന്റെ നിയമ സംവിധാനം ഉണ്ടാകുന്നത് വരെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം. നിയമ സംവിധാനം ഉണ്ടാകുന്നത് വരെ, അടിവരയിട്ട് ഞാൻ പറയുന്നു, ചീഫ് ജസ്റ്റിസ് വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്.
ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ നിയമനങ്ങളും ചീഫ് ജസ്റ്റിസിനെ നമ്മൾ ആ കാര്യത്തിൽ ഇനി തർക്കിച്ചാല് ആ ചർച്ച നീണ്ടുപോകും. സ്വാഭാവികമായും സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണത്തിന്റെ ഭരണഘടനാ സ്വാധുത നോക്കാൻ മാത്രമേ സുപ്രീം കോടതിക്ക് അധികാരമുള്ളൂ. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇങ്ങനെ നിയോഗിക്കണം എന്നൊന്നും പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. ഒരു നിയമനിർമ്മാണം അക്കാര്യത്തിൽ വരികയാണ് എങ്കിൽ സാധാരണഗതിയിൽ സുപ്രീം കോടതി എങ്ങനെയാണോ അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യുക ആ നിലയിൽ മാത്രമാണ് അതിന്റെ വിധിന്യായത്തിലെ വാചകങ്ങൾ. ഞാൻ ആ വിഷയത്തിൽ തർക്കത്തിലില്ല, കാരണം അത് നേരത്തെയുള്ള വിഷയമാണ് ശ്രീ കെ വി എസ് ഹരിദാസ്. പക്ഷെ ഇവിടെ അതല്ലല്ലോ, അങ്ങനെയല്ല. പെട്ടെന്ന് തീർക്കൂ. ഞാൻ ഇനി ചോദിക്കുകയില്ല. ആ വിഷയവും നിങ്ങൾ ഉന്നയിക്കുന്നത് ഉന്നയിച്ചു, അതുകൊണ്ടാണ് താങ്കൾ അത് പറഞ്ഞത്. നോക്കൂ, പക്ഷേ കെ വി എസ് ഹരിദാസ് ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അല്ല, ഒന്ന് കേൾക്കൂ സാർ. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് സാധാരണഗതിയിൽ ഇപ്പോൾ മനുഷ്യരാണ്, അവര് ഒരു പ്രസംഗത്തിൽ ചിലപ്പോൾ ഉചിതമല്ലാത്ത ഒരു വാചകം പറഞ്ഞു പോകും. അതാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ പേരിൽ അയാൾക്ക് നോട്ടീസ് അയച്ച് അയാളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് ഒരു നിശ്ചിത ദിവസം മാറ്റി നിർത്തുകയോ, നേരത്തെ CPDT പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മാക്സിമം എന്നുള്ള നിലയിൽ ചിലപ്പോൾ ആ പാർട്ടിയുടെ അംഗീകാരം തന്നെ റദ്ദാക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇതല്ലല്ലോ, വളരെ കൺസിസ്റ്റൻ്റായി ശ്രീ കെ വി എസ് ഹരിദാസ് മുസ്ലിം വിരോധം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ ബൻസ്വാര പ്രസംഗം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള പ്രസംഗം എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ശ്രീ കെ വി എസ് ഹരിദാസ്. ബൻസ്വാര ഒരു ഒറ്റയ്ക്ക് സംഭവിച്ചു പോയ കാര്യമല്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുകയാണ് 15-ാം തീയതി എന്ന് പറയുന്നത് ഇന്നലെ, Congress wanted to give 15% of the entire budget to Muslims, but they did not succeed because of the BJP's opposition എന്നാണ് ഏറ്റവും ഒടുവിലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണത്. എന്ത് പ്രധാനമന്ത്രിയാ കെ വി എസ് ഇത്? അല്ല നികേഷ്, ഞാൻ ഓരോന്നോരോന്നായിട്ട് മറുപടി പറയാം. എനിക്ക് മറുപടി പറയാനുള്ള അത് കേൾക്കാനുള്ള സൗമനസ്യം താങ്കൾ കാണിച്ചാൽ മതി. ഇതിൻ്റെ തുടക്കം എവിടെയാണ്? നമ്മുടെ ഭരണഘടന അനുസരിച്ച്, ഞാൻ നേരത്തെ ചർച്ചകളിൽ പറഞ്ഞതാണ്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ അധികാരമുണ്ടോ? പണ്ട് തെലങ്കാനയിൽ കോൺഗ്രസ് അത് ചെയ്തു. അത് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയുടെ മുമ്പിലാണ് പ്രശ്നം. കർണാടകത്തിൽ നേരത്തെ കഴിഞ്ഞ യെദ്യൂരപ്പ ഗവൺമെന്റിന് മുമ്പ് അത്തരത്തിലുള്ള ശ്രമം അവർ നടത്തിയിരുന്നു. യെദ്യൂരപ്പ ഗവൺമെന്റ് വന്നപ്പോൾ എടുത്തു കളഞ്ഞു. വീണ്ടും പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോൾ, സിദ്ധരാമയ്യ ഗവൺമെന്റ് വന്നപ്പോൾ മുസ്ലിം സംവരണം കർണാടകത്തിൽ ഏർപ്പെടുത്തി. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? ഭരണഘടനാ ആന്ധ്രാപ്രദേശിലെ TDP, JJP, BJP സഖ്യത്തിൽ നിന്ന് ഈ മുസ്ലിം സംവരണം എടുത്തു കളയാൻ പറയണം. ഞാൻ മുസ്ലിം സംവരണത്തിന്റെ വിഷയത്തിലേക്ക് വരുന്നില്ല. മുസ്ലിം സംവരണം എന്നതാണ് നിങ്ങളുടെ വിരോധമെങ്കിൽ സ്വന്തം മുന്നണി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും എടുത്തു കളയി കെ വി എസ്. അല്ല, OBC-കാരുടെയും SC-കാരുടെയും ST-കാരുടെയും ഒക്കെ അവകാശം കവർന്നെടുക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം നടക്കുന്നു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ മുസ്ലിം വിരുദ്ധമാക്കാൻ പറ്റുമോ? ഇനി ഇതിനേക്കാൾ അപ്പുറം ഹൈദരാബാദിലെ OWC-യെ പോലുള്ളവർ ഹിന്ദു വിരുദ്ധമായ ശക്തമായ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കണ്ണടച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. നിങ്ങൾ ഈ പറയുന്ന BJPയെ എതിർക്കുന്നു എന്ന് പറയുന്ന കൂട്ടരൊക്കെ OWC-ക്കൊപ്പമാണ് അവിടെ. അതേപോലെ തന്നെ അനവധി സംഭവങ്ങളുണ്ട്. അത് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരെ അയ്യരെ പോലും നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടില്ലേ? പറയൂ, പാകിസ്ഥാന് വേണ്ടി ശരി. ഇല്ല, അക്കാര്യത്തിലൊന്നും ഉത്തരവില്ല, പ്രസക്തിയില്ല. ജിൻഡോ ജോൺ, കോൺഗ്രസ്. Debate with MV Nikesh Kumar.